ഞാൻ ജിസ് വന്നു കെട്ടിപ്പിടിച്ചു രണ്ടു ഉമ്മയും തന്നു. അതിനെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിൽ ജിസേട്ടൻ ഒരു ഡയലോഗ് പറയുന്നത് എനിക്ക് അന്ന് സത്യം പറഞ്ഞാൽ വളരെ ഇമോഷണൽ ആയിട്ട് ആസിഫിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അന്ന് നേരെ ആസിഫിനെ കാണാനാണ് വരുന്നതെന്നൊക്കെ പറയുന്നത്. അത്രയും ആസിഫിനെ കുറെ നാൾ കൂടി കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കഥാപാത്രത്തിൽ കാണാൻ സാധിച്ചെന്നൊക്കെ പറയായിരുന്നു. വന്നായിരുന്നു ഞാൻ ജിസ് വന്നു കെട്ടിപ്പിടിച്ചു രണ്ടു ഉമ്മയും തന്നു. കാര്യം ഞാൻ എത്രത്തോളം സിനിമയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും ഞാൻ സിനിമ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും സിനിമ എത്രത്തോളം എഫേർട്ട് ഞാൻ ഇടുന്നുണ്ടെന്നും ഒക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകളിൽ ഒരാൾ ജിസ്സാണ്. അപ്പോൾ എൻ്റെ ഓരോ വിജയവും ജിസ്സിന് സ്പെഷ്യൽ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അത് ജിസ്സിന്റെ എക്സൈറ്റ്മെന്റിൽ എനിക്ക് മനസ്സിലായി. പിന്നെ ഈ സിനിമയുടെ രണ്ടാം ഭാഗം ഞാൻ ഇപ്പോൾ കെട്ടിയവളെ എന്നെ മാലാക ചെയ്ത സമയത്ത് തങ്ങൾ എനിക്ക് ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം തന്നു. നല്ല വയറ് വേണം എന്ന് പറഞ്ഞാണ് തങ്ങൾ കഥ പറയാൻ തുടങ്ങിയത്. ഈ സിനിമയ്ക്കും അങ്ങനെ തന്നെയാണ് തുടങ്ങിയത്. ഇപ്പൊ ആ സിനിമയിൽ ആ ഷർട്ട് ഇല്ലാതെ നിൽക്കുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടിട്ട് എൻ്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു, എടാ ഇങ്ങനെയൊക്കെ ബോഡി കാണിക്കണോ? എൻ്റെ അടുത്ത് തങ്കം ആദ്യം പറഞ്ഞതാണ്, ആ സീനിൽ ഷർട്ട് ഇല്ലാണ്ട് നിൽക്കുമ്പോ ഒരു കോഴിയെ ഗ്രില്ല് ചെയ്യായിട്ട പോലെ എന്ന് പറഞ്ഞ് ഞാൻ അതിനുവേണ്ടി ഒരുപാട് എഫേർട്ട് ഇട്ടു. നല്ല വയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ അങ്ങനെയുള്ള ഡീറ്റെയിലിംഗ് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരുടെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി സുരാജേട്ടനോട് ചോദിക്കും പ്ലീസ്. ഈ പറഞ്ഞ പോലെ കുറെ നാള് തമാശകൾ ചെയ്തു, പിന്നീട് കുറെ കൂടെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ ചെയ്തു. അപ്പൊ വീണ്ടും നാച്ചുറലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാളല്ല നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഒരു കഥാപാത്രമാണ് ചെയ്തത്. ശരിക്കും പ്രേക്ഷകര് താങ്കളുടെ കഥാപാത്രത്തെ കാണുമ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഒരു നോർമൽ ഒരു വ്യക്തിയെ കാണുന്ന പോലെ അല്ലെങ്കിൽ ആ വ്യക്തി ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതേപോലത്തെ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇച്ചിരി താല്പര്യം. എല്ലാത്തരം കഥാപാത്രങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ കയ്യിൽ വരുന്നതിൽ ഏറ്റവും ബെസ്റ്റാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കെട്ടിയോളാളൻ്റെ മാലാക കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹത്തിന് ഞാൻ നോട്ട് ഇട്ടതാണ്. എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞ് റിലീസ് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് ഒന്ന് കഥ പറഞ്ഞു. ഒന്നല്ല 2-3 കഥ പറഞ്ഞു. അതിൽ പിന്നെ അതിങ്ങനെ വൈകി എന്തായാലും അത് തിയേറ്ററിലേക്ക് എത്തി. ഒരുപാട് സന്തോഷം. കഥ പറഞ്ഞപ്പോൾ ഒരുപാട് ചിരിച്ചതാണ്. ഇത് ഒരു റിയൽ ലൈഫ് സ്റ്റോറി കൂടിയാണ്. പിന്നെ ഇത്തരത്തിലൊരു സിനിമയുടെ ഈ ഒരു വൻ വിജയമായി തീർന്ന സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. എല്ലാത്തരം വേഷങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് മാത്രമല്ല, അങ്ങനെ നല്ല നല്ല കഥാപാത്രങ്ങൾ എൻ്റെ വരട്ടെ, നിങ്ങളെ സന്തോഷിപ്പിക്കുക.